പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രക്തചന്ദനപ്പൊടി കൊണ്ട് ഒരു ഹോം മെയ്ഡ് സോപ്പാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതിനായിട്ട് ഓൺലൈനിൽ നിന്ന് ഒരു 500 ഗ്രാമിൻ്റെ സോപ്പ് ബേസ് വാങ്ങിയിട്ടുണ്ട്. മീഷോ എന്നാണ് വാങ്ങിയത്. അത് അതുപോലത്തെ ഒരു ഉപയോഗിക്കാത്ത പാത്രത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. 1 ടേബിൾ സ്പൂണ് രക്തചന്ദനപ്പൊടിയാണ് ചേർക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ ഗ്ലിസറിനാണ്, ഇത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം നന്നായിട്ട് ചൂടാവാനായിട്ട് വെക്കുക. അതിന് മുകളിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ആ സോപ്പ് ബേസ് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ ചൂട് തട്ടിയിട്ട് ഇത് മെൽറ്റായി വരും. 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. ബേസിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഫ്ലെയിം നമുക്ക് ഓഫാക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഏത് ഫ്രാഗ്രൻസ് ഓയിലാണോ ഉള്ളത് സ്മെല്ലിന് വേണ്ടി അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണുള്ളത്. അപ്പോൾ ഞാൻ സ്മെല്ലിന് വേണ്ടി അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് ചൂടോട് കൂടി തന്നെ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു 3 മണിക്കൂർ ഇത് ഇങ്ങനെ സെറ്റ് ആവാനായിട്ട് വെക്കാം. 3 മണിക്കൂറിന് ശേഷം ഇത് നമുക്ക് ഓരോന്നായിട്ട് മോൾഡിൽ നിന്ന് എടുത്ത് മാറ്റാം. സോപ്പ് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു കവറ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇതുപയോഗിച്ച് സോപ്പ് പൊതിഞ്ഞെടുക്കാം. സോപ്പ് മോൾഡിൽ നിന്ന് എടുത്ത് മാറ്റിയ ഉടനെ തന്നെ ഇതുപോലെ കവർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്നിട്ടൊരു 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ സോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങാം. ഓൺലൈനിൽ നിന്ന് വാങ്ങിയ സോപ്പ് ബേസ് ആണെങ്കിലും അത്യാവശ്യം പാതയൊക്കെ ഉണ്ട് കേട്ടോ ഈ സോപ്പ് ബേസിന്. അപ്പം നല്ല സോപ്പ് ബേസ് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.